everyone, welcome to a new Mega Live session. So, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷ് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെഗാ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മറ്റ് പല പേപ്പേഴ്സിനെയും പോലെയല്ല ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ലിറ്ററേച്ചറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ലിറ്ററേച്ചർ അല്ല ഈ ഒരു പേപ്പറിൽ വരുന്നത്, മറിച്ച് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ വളരെ ചെറിയൊരു പേപ്പറാണ് അല്ലേ. 2 ബ്ലോക്കുകളും അതിൽ നമുക്ക് 7ഓളം യൂണിറ്റുകളുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പേപ്പറാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിലെ ഓരോ യൂണിറ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, first of all we move on to the first question. So compare and contrast teacher-centered and learner-centered methods in the context of English language teaching. അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? അതായത് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗും ഉണ്ട്, അതുപോലെ തന്നെ ലേണർ സെൻറ്റേർഡ് മെത്തേഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും പറയാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ടീച്ചർ സെൻറ്റേർഡ് അതുപോലെ ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇംഗ്ലീഷ് ടീച്ചിങ് അപ്രോച്ചസുകളിലെ 2 മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ലേണർ സെൻറ്റേർഡ് മെത്തേഡും ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിൻ സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ആരായിരിക്കും? ടീച്ചർ ആയിരിക്കും അല്ലേ. ടീച്ചർ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് നോളജ്. അപ്പോൾ അവിടെ ആരാണ് നമുക്ക് നോളജ് പറഞ്ഞു തരുന്നത്? ടീച്ചറാണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? And the entire control or the teacher is the person who controls the entire teaching process. ആ ടീച്ചിങ് പ്രോസസ്സിൽ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ടീച്ചർ ആയിരിക്കും. And the teacher explains lesson, asks questions and provides answers while students mostly listen, take notes and follow instructions. അപ്പോൾ ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചർ ഓരോ ലെസൺസ് പറഞ്ഞു കൊടുക്കും, എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആൻഡ് അതോടൊപ്പം തന്നെ ആൻസേഴ്സും അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ കുട്ടികൾ എന്തായിരിക്കും ചെയ്യുക? അവർ ലിസൺ ചെയ്യുക, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക, ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത്. ദെൻ students have very little opportunity to express their ideas or participate actively. So ഇവിടെ സ്റ്റുഡൻസിന് എന്തില്ല, അവർക്ക് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമില്ല ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അവരുടെ ഐഡിയാസും അവരുടെ ചോയ്സസുകളും ഒക്കെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ദിസ് മെത്തേഡ് ഇസ് യൂസ്ഫുൾ ഫോർ എക്സ്പ്ലെയിനിങ് ന്യൂ ടോപ്പിക്സ് ആൻഡ് മാനേജിങ് ലാർജ് ക്ലാസ്സസ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ടും ബെനിഫിറ്റഡ് ആയിട്ടുള്ളത് ആർക്കാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്? പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാർജ് ക്ലാസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ് യൂസ്ഫുൾ ആവുക. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസ് പാസീവ് ആയിരിക്കും. കാരണം അവർ വെറുതെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അത് കേൾക്കുന്നേ ഉണ്ടാവില്ല. അവരുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ബോഡി മാത്രം അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ, അവരുടെ ശരീരം മാത്രം അവിടെ ഉണ്ടാവും, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പാസീവ് ലിസണേഴ്സ് ആയിട്ട് എന്ത് മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനോ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ
നോളജ് ഡെവലപ്പ് ചെയ്യാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നില്ല, ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് മെത്തേഡായിരിക്കും നമുക്കിനി വേണ്ടത്? ലേണർ സെൻറ്റേർഡ് മെത്തേഡാണ് വേണ്ടത് കേട്ടോ. സോ അപ്പോൾ എന്താണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ലേണർ സെൻറ്റേർഡ് മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇൻ കോൺട്രാസ്റ്റ്, ദ ലേണർ സെൻറ്റേർഡ് മെത്തേഡ് പ്ലേസസ് സ്റ്റുഡൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലേണിംഗ് പ്രോസസ്. അപ്പോൾ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ ആരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ദാറ്റ് ഈസ് ദ സ്റ്റുഡൻസ് അല്ലേ. സ്റ്റുഡൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ച്വലി അവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗൈഡിങ് സോഴ്സ് മാത്രമാണ്, കംപ്ലീറ്റ് നോളജ് സോഴ്സ് അല്ല. ടീച്ചർ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനാണ്, ഓർ ഫെസിലിറ്റേറ്റർ റാദർ ദാൻ എ സോൾ പ്രൊവൈഡർ ഓഫ് നോളജ്. കംപ്ലീറ്റ്ലി നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ടീച്ചർ എന്ന് പറയുന്നത്, മറിച്ച് എന്താണ്, അവരെ ഗൈഡ് ചെയ്യാം, ആ ലേണിങ്ങിലോട്ട് അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ആര്? ടീച്ചർ ഇൻ ലേണർ സെൻറ്റേർഡ് മെത്തേഡ്. ദെൻ ഇല്ലെങ്കിൽ എന്താണ്, സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവും, അവർ ഗ്രൂപ്പ് വർക്ക്സുകൾ ചെയ്യും, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസുകൾ ആൻഡ് മറ്റ് ഇൻ്ററാക്റ്റീവ് ടാസ്കുകളൊക്കെ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ ആ ഒരു നോളജ് സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യുന്നത്, അവർ എത്തുന്നത്. സോ അവരൊരു എൻകറേജ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അവരുടെ ഐഡിയാസും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ, അവിടെ നിന്നും ഐഡിയാസ് അവർക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം അല്ലേ. ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതോടൊപ്പം തന്നെ എന്താണ്, ലേൺ ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസ്, അവരുടെ സ്വന്തം എക്സ്പീരിയൻസിലൂടെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, വൈൽ ടീച്ചിങ് റോബർട്ട് ഫ്രോസ്റ്റ് പോയം ദ റോഡ് നോട്ട് ടേക്കൺ, എ ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ് റൂം വുഡ് ഇൻവോൾവ് ദ ടീച്ചർ റീഡിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ പോയം. ആൻഡ് ഇൻ എ learner-centered classroom, the teacher would first ask students about important choices they have made in life, and such as selecting a subject or മേക്കിംഗ് എ പേഴ്സണൽ ഡിസിഷൻ അല്ലേ. ഇപ്പോൾ ഒരു ടീച്ചർ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത് അല്ലേ, പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയാണ്. അപ്പോൾ ആ ഒരു പോയത്തിനെ കുറിച്ച് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ് റൂം ആണ് എങ്കിൽ അവിടെ ടീച്ചർ എന്ത് ചെയ്യും, ആ ഒരു പോയം വായിക്കും, എന്നിട്ട് ആ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസ് കൊടുക്കും. അതാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതൊരു ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂമിലോട്ട് വരികയാണെങ്കിൽ ടീച്ചർ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും, സ്റ്റുഡൻസിനെ അവർ ലൈഫിൽ എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോയ്സസിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത് അല്ലേ. ദ റോഡ് നോട്ട് ടേക്കൺ ആ ഒരു പോയത്തിൽ തന്നെ ഉണ്ട്, നമ്മൾ ഏത് വഴി ചൂസ് ചെയ്യണം എന്നാണ് ആ ഒരു പോയത്തിലൂടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ഇപ്പോൾ ആദ്യം ടീച്ചർ ചോദിക്കുന്നത് എന്തായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോയ്സസുകൾ അല്ലെങ്കിൽ അവർ എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസിനെ കുറിച്ചായിരിക്കും, അവരുടെ പേഴ്സണൽ ഡിസിഷനെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ടീച്ചർ ചോദിക്കുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലേണർ സെൻറ്റേർഡ് മെത്തേഡ് ആൻഡ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്. So then students would then connect this experience to the poem. So ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും എടുത്തിട്ടുള്ള ആ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു നല്ല ഡിസിഷൻ അവരെന്ത് ചെയ്യുന്നു, ദേ കണക്ട് ദിസ് എക്സ്പീരിയൻസ് ടു ദിസ് പോയം അല്ലേ. ആ ഒരു പോയമായിട്ട് പിന്നീട് കണക്ട് ചെയ്യുന്നു. ആൻഡ് അപ്പോൾ ആ ഒരു പോയം എന്താണ്, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടും മീനിങ് ആയിട്ടും ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ജനറലി പ്രിഫേഴ്സ് ദ ലേണർ സെൻറ്റേർഡ് അപ്രോച്ച് ബിക്കോസ് ഇറ്റ് ഡെവലപ്സ് കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. ഓൾദോ teacher-centered teaching is still useful in certain situations. So നമ്മൾ മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് എന്ത് തന്നെയാണ്, ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് തന്നെയാണ്. കാരണം അവിടെ നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ് എന്താണ്, ചില സമയങ്ങളിൽ സർട്ടൈൻ സിറ്റുവേഷനിൽ അതും എന്ത് ചെയ്യാറുണ്ട്, യൂസ്ഫുൾ ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്യൂസേഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഇൻക്ലൂഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റർ ലാംഗ്വേജ്. സോ
എന്താണ് ലാംഗ്വേജ് അക്യൂസിഷൻ അതുപോലെ തന്നെ ലാംഗ്വേജ് ലേണിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അതായത് നമുക്ക് എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്കറിയാം. ലാംഗ്വേജ് അക്യൂസേഷനും ലാംഗ്വേജ് ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് അറിയാം, കാരണം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ലാംഗ്വേജ് അക്യൂസേഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് ലാംഗ്വേജ് അക്യൂസേഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് അക്യൂസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനുള്ളിൽ നടക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഒരു അൺകോൺഷ്യസ് പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത് ലാംഗ്വേജ് അക്യൂസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് എന്ത് ചെയ്യാറുണ്ട്, ലിസൺ ചെയ്യാറുണ്ട് അല്ലേ. ത്രൂ വിച്ച് പീപ്പിൾ ലേൺ എ ലാംഗ്വേജ് ബൈ ലിസണിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യവും നമ്മൾ വേണം എന്ന് വെച്ച് പഠിക്കുന്നതല്ല അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് അക്യൂസേഷൻ ചെയ്തെടുക്കുന്നത്, നമുക്ക് ചുറ്റും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ. ഇങ്ങനെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് അക്യൂസേഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു എബിലിറ്റി ഉണ്ട്. ദെൻ ചിൽഡ്രൻ അക്വയർ ദയർ മദർ ടങ് വിതൗട്ട് സ്റ്റഡിയിങ് ഗ്രാമർ അല്ലേ. അതായത് കുട്ടികൾ എന്തല്ല, നമ്മൾ ഇപ്പോൾ നമ്മുടെ മദർ ടങ് മലയാളമാണെങ്കിൽ നമ്മൾ മലയാളത്തിൻ്റെ ഗ്രാമർ പഠിച്ചിട്ടോ ഗ്രാമർ റൂൾസുകൾ പഠിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് നമ്മൾ അക്യൂസേഷൻ ചെയ്യുന്നത് അല്ലേ. മറിച്ച് എന്താണ്, നമ്മുടെ സറൗണ്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, എവറിഡേ ലൈഫിൽ നമ്മുടെ ചുറ്റും സംസാരിക്കുന്ന ആളുകളെ പറയുന്നത് നമ്മൾ നാച്ചുറലി എന്ത് ചെയ്യാണ്, ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് അക്യൂസേഷൻ ദ ലേണർ ഫോക്കസ് മെയിൻലി ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പ്രസിങ് മീനിങ് റാദർ ദാൻ ലേണിംഗ് ഗ്രാമാറ്റിക്കൽ റൂൾസ്. അപ്പോൾ ഈ ഒരു അക്യൂസേഷൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആവുക എന്നുള്ളത് എന്തായിരിക്കും, നമ്മൾ പറയുന്നത് മറ്റൊരാൾ മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ എന്താണ് മീനിങ് ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അവിടെ എന്ത് നമ്മൾ നോക്കില്ല, ഗ്രമാറ്റിക്കൽ റൂൾസിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവില്ല എന്നുള്ളതാണ്. സോ നോം ചോംസ്കിയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീങ്സ് ആർ നാച്ചുറലി കാപ്പബിൾ ഓഫ് അക്വയറിങ് ലാംഗ്വേജ് അല്ലേ. സോ നോം ചോംസ്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിന് നാച്ചുറലി ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ കോൺഷ്യസ് ആൻഡ് ഫോർമൽ പ്രോസസ്സ്. ഇപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് പ്രോസസ്സാണ്, ഒരു ഫോർമൽ പ്രോസസ്സാണ്. ദാറ്റ് യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ക്ലാസ് റൂം. സോ അത് എവിടെ വെച്ചാണ് നടക്കുന്നത്, ഒരു ലാംഗ്വേജ് നമ്മൾ ലേൺ ചെയ്യുന്നത് ഇൻ എ ക്ലാസ് റൂം അല്ലേ. സോ ലേണേഴ്സ് സ്റ്റഡി ഗ്രാമർ, vocabulary, pronunciation and sentence structure through teaching, practice and experience. അപ്പോൾ ഇതിനെ നോക്കി മനസ്സിലാവും, നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളം നമ്മൾ പഠിച്ചെടുത്തത് ഒരു ക്ലാസ് റൂമിൽ നിന്നുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പഠിച്ചത് അല്ലേ. സോ ഒരു ക്ലാസ് റൂമിൽ പോയിട്ടല്ല നമ്മൾ പഠിച്ചത്, നമ്മൾ നാച്ചുറലി അക്വയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചത് എങ്ങനെയാണ്, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചത് സ്കൂളുകളിൽ പോയിട്ടാണ് അല്ലേ. അവിടെ വെച്ച് നമ്മൾ ഗ്രാമർ പഠിച്ചു, നമ്മൾ വൊക്കാബുലറിയെ കുറിച്ച് പഠിച്ചു, പ്രൊനൗൺസിയേഷൻ പഠിച്ചു, സെൻറ്റൻസ് മേക്കിംഗ് അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചർ പഠിച്ചു അല്ലേ. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചെടുത്തത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഫോർമൽ പ്രോസസ്സാണ്. അത് നമ്മൾ പ്രാക്ടീസസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നേടിയെടുക്കുന്നത്. ദിസ് മെത്തേഡ് ഇസ് കോമൺലി യൂസ്ഡ് ഫോർ ലേണിംഗ് എ സെക്കൻഡ് ഓർ ഫോറിൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അക്യൂസേഷനെ പോലെയല്ല, ലാംഗ്വേജ് ലേണിംഗിന് എന്തും കൂടെ വേണം, ഒരു ഡെലിബറേറ്റ് എഫേർട്ട് നമ്മൾ അറ്റൻഷനും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. സോ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. So during the process of language learning, learners often develop an interlanguage. So
ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് അല്ലേ. ഇപ്പോൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന സമയത്ത് ലേണേഴ്സ് ഓഫൺ ഡെവലപ്പ് ആൻഡ് ഇൻ്റർ ലാംഗ്വേജ് അല്ലേ. ഇപ്പോൾ നമ്മൾ പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻ്റർ ലാംഗ്വേജ് വരും. ഇപ്പോൾ എന്താണ്, മലയാളത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലോട്ട് മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഇൻ്റർ ലാംഗ്വേജ് വരും. അതായത് ഒരു ടെമ്പററി ലാംഗ്വേജ് ആണത്. അതായത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജും ടാർഗറ്റഡ് ലാംഗ്വേജും തമ്മിലൊരു മിക്സിങ് വരും. സോ അതിനെയാണ് ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ദ ടാർഗറ്റ് ലാംഗ്വേജ്, സോ ടാർഗറ്റ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജും തമ്മിലുള്ള ഒരു എന്താണ് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളതാണ് ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നൈദർ കംപ്ലീറ്റ്ലി കറക്റ്റ് നോർ കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ് ബട്ട് റെപ്രസെൻറ്റ് എ സ്റ്റേജ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. സോ ആക്ച്വലി ഈ ഒരു ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്നോ കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർ ലാംഗ്വേജിലൂടെയാണ് എന്നുള്ളതാണ്. ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, സോ ഇൻ്റർ ലാംഗ്വേജ് ഡെവലപ്സ് ബിക്കോസ് ലേണേഴ്സ് ട്രാൻസ്ഫർ റൂൾസ് ഫ്രം ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. സോ ഇൻ്റർ ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ബിക്കോസ് ലേണേഴ്സ് ട്രാൻസ്ഫർ റൂൾസ് ഫ്രം ദെയർ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലേ. അതായത് ലേണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ റൂൾസുകൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഓവർ ജനറലൈസ് ഗ്രാമർ. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, and that are influenced by the target language. So അതാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ലാംഗ്വേജിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ്. Then for example a learner may say he go to school അല്ലേ. സോ ഒരു ലേണർ പറയാണ് he go to school എന്നാ പറയുന്നത് instead of he goes to school. So such mistake shows that the learners is gradually developing English proficiency. So ആദ്യം അയാൾ പറഞ്ഞത് he go to school എന്നാണ് പറഞ്ഞത്, he goes to school എന്നാണ് പറയേണ്ടത്. പക്ഷേ he go to school എന്നാണ് അയാൾ പറഞ്ഞത് അല്ലേ. അപ്പം അതിനർത്ഥം എന്താ, അയാൾ ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് therefore teachers should understand that inter-language is a normal and the necessary part of language learning. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന പ്രോസസ്സിൽ എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ അതൊരു സ്റ്റേജാണ് ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻ്റർ ലാംഗ്വേജിലൂടെ കടന്നിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഷുഡ് ഹെൽപ്പ് ലേണേഴ്സ് ഇംപ്രൂവ് റാദർ ദാൻ സിംപ്ലി ട്രീറ്റിംഗ് ദീസ് എറേഴ്സ് ആസ് ഫെയിലിയേഴ്സ്. സോ ആക്ച്വലി ആ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻ്റർ ലാംഗ്വേജിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ എറേഴ്സും ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല. കാരണം നമ്മൾ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. So then moving on to the next question, that is discuss the key principles of behaviorism in language learning and its practical application in the ELP classroom. So എന്താ ചോദിച്ചിട്ടുള്ളത്, the key principles of behaviorism. So behaviorismത്തിൻ്റെ key principles ലാംഗ്വേജ് ലേണിങ്ങിൽ അത് തന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. So behaviorism is a theory of learning which states that language is learned through interaction with the environment. So ഇപ്പോൾ behaviorism എന്ന് പറയുന്നത് ഒരു ലേണിംഗ് തിയറിയാണ് അല്ലേ. സോ അതിലൂടെ എന്താ പറയുന്നത്, ലാംഗ്വേജ് ഇസ് ലേൺ ത്രൂ ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ്. അതായത് നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം എവറി ബിഹേവിയർ ഇസ് ഡെവലപ്ഡ് ത്രൂ എ സ്റ്റിമുലസ് റെസ്പോൺസ് റീഇൻഫോഴ്സ്മെന്റ് പ്രോസസ്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം ഓരോ ബിഹേവിയറും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസസിലൂടെയാണ്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് മെയിൻലി ബൈ, ഇതാരാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, ഇവാൻ പാവ്ലോവ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് BF സ്കിന്നർ ഇവരാണിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ആൻഡ് ബിഹേവിയറിസ്റ്റ് ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ലേൺ ലാംഗ്വേജ് ബൈ ഇമിറ്റേറ്റിംഗ് ദ സ്പീച്ച് ഓഫ് അതേഴ്സ്. സോ ബിഹേവിയറിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എങ്ങനെയാണ് ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്, ഇമിറ്റേഷനിലൂടെയാണ്, അതുപോലെ തന്നെ റിപ്പീറ്റിങ്ങിലൂടെയാണ് അല്ലേ. അതായത് എന്ത് ചെയ്യുന്നു, അവർക്ക് ചുറ്റുമുള്ള, അതായത് നേരത്തെ പറഞ്ഞത് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മളൊരു ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അല്ലേ. അതായത് നമുക്ക് ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യുന്നു. വാട്ട് ദേ ഹിയർഡ് ആൻഡ് റിസീവ് റീഇൻഫോഴ്സ്മെന്റ് സച്ച് ആസ് പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. സോ അവരെന്താണോ കേട്ടത് അത് അവരെന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഈ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം മറ്റൊരാൾ കേൾക്കുക, ഇപ്പോൾ മുതിർന്ന ഒരാൾ കേൾക്കുകയാണെങ്കിൽ അവരതിനെ പ്രൈസ് ചെയ്യുകയും അപ്രിഷിയേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യും. സോ അവിടെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെങ്തൻ കറക്റ്റ് ലാംഗ്വേജ് ഹാബിറ്റ്. ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ് നടക്കുന്നത് എങ്കിൽ അവിടെ നമ്മുടെ ലാംഗ്വേജ് ഹാബിറ്റ് എന്ത് ചെയ്യാണ്, കറക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് വൈൽ റിപ്പീറ്റഡ് പ്രാക്ടീസ് ഹെൽപ്സ് ലേണേഴ്സ് റിമെമ്പർ ആൻഡ് യൂസ് ലാംഗ്വേജ് അക്യുറേറ്റ്ലി. സോ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ലേണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ലാംഗ്വേജും അക്യുറേറ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദെർഫോർ ലാംഗ്വേജ് ലേണിംഗ് ഈസ് കൺസിഡർ എ പ്രോസസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ. സോ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ലേണിംഗ് ഈസ് കൺസിഡർ എ പ്രോസസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ അല്ലേ. സോ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഹാബിറ്റ് ഫോർമേഷൻ ആണ്. സോ നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കണം, ലാംഗ്വേജ് ലേണിംഗിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കംപ്ലീറ്റ്ലി അത് ലേൺ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. സോ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ബിഹേവിയറിസം ഇസ് മെയിൻലി അപ്ലൈഡ് ത്രൂ ദ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ബിഹേവിയറിസം മെയിൻലി അപ്ലൈ ചെയ്യുന്നത് ഓഡിയോ ലിംഗ്വൽ മെത്തേഡിലാണ്. സോ ഇൻ ദിസ് method, the teacher plays the central role by providing language models and giving clear instruction. So ഈ ഒരു മെത്തേഡിൽ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രൽ റോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് മോഡൽസും ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്, ദാറ്റ് ഈസ് the teacher. Then students learn by listening carefully, repeating sentence. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഇത് ലേൺ ചെയ്യുന്നത്, ഓരോന്നും എന്ത് ചെയ്യുന്നു, ലിസൺ ചെയ്യുന്നു, then they repeat the sentence. അവരെന്ത് ചെയ്യുന്നു, സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് പ്രാക്ടീസിങ് ഗ്രാമർ പാറ്റേൺസ് അല്ലേ. അത് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമർ പാറ്റേൺസുകൾ അവരെന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് മെമ്മറൈസിങ് ഡയലോഗ്സ് ആൻഡ് ഡയലോഗ്സുകൾ എന്ത് ചെയ്യുന്നു, അവർ മെമ്മറൈസ് ചെയ്യുന്നു. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾസിലൂടെയും അതുപോലെ തന്നെ ഡ്രിൽസിലൂടെയും അവരെന്ത് ചെയ്യാറുണ്ട്, ഗ്രാമർ പാറ്റേൺസുകൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ടീച്ചർ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് മിസ്റ്റേക്സ് ആൻഡ് റിവാർഡ് കറക്റ്റ് റെസ്പോൺസ് ടു റീഇൻഫോഴ്സ് ലേണിംഗ്. സോ ടീച്ചർ എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നാൽ അവിടെ ടീച്ചർ എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് കറക്റ്റ് ചെയ്യുകയും ഈവൻ കറക്റ്റായിട്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പ്രൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, താൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കറക്റ്റ് ആണെന്ന് ആർക്ക് മനസ്സിലാവുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. സോ ഓൾദോ ദിസ് മെത്തേഡ് ഇംപ്രൂവ്സ് പ്രൊനൗൺസിയേഷൻ. സോ ഇത് എന്ത് ഇംപ്രൂവ് ചെയ്യുന്നു, പ്രൊനൗൺസിയേഷൻ, ആക്യുറസി, ദെൻ മെമ്മറൈസേഷൻ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഗീവ്സ് സ്റ്റുഡൻസ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ടു യൂസ് ലാംഗ്വേജ് ക്രിയേറ്റീവ്ലി ഓർ എക്സ്പ്രസ് ദെയർ ഓൺ ഐഡിയാസ് അല്ലേ. സോ ഇറ്റ് ഗീവ്സ് സ്റ്റുഡൻസ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് to use language creatively or express their own ideas. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് ക്രിയേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാനുള്ള, അവരുടേതായിട്ടുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then we moving on to the next question, that is explain Noam Chomsky's critique of behaviorism and his
theories of universal grammar and the language acquisition device എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻ ദ 1950s നോം ചോംസ്കി സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. സോ 1950കളിൽ നോം ചോംസ്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലാംഗ്വേജ് ലേണിംഗിലെ ബിഹേവിയറിസ്റ്റ് തിയറി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് ലാംഗ്വേജ് cannot be learned only through imitation. So he argued that language cannot be learned only through imitation, repetition, reinforcement, because children are able to produce many new sentences that they have never heard before. So അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ലാംഗ്വേജ് കനോട്ട് ബി ലേൺഡ് ഓൺലി ത്രൂ ഇമിറ്റേഷൻ. സോ ഇമിറ്റേഷനിലൂടെ, റിപ്പീറ്റേഷനിലൂടെ, റീഇൻഫോഴ്സ്മെന്റിലൂടെ മാത്രം കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാംഗ്വേജ് ലേൺ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. കാരണം ചിൽഡ്രൻ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് മെനി ന്യൂ സെന്റൻസ്, അല്ലെ, കുട്ടികൾ എന്താണ്, പുതിയ പുതിയ സെന്റൻസുകൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അവർ ഏബിൾ ആണ്. ആൻഡ് ദേ ഹാവ് നെവർ ഹേർഡ് ബിഫോർ, അല്ലെ. സോ അവർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്താണ് വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോം ചോംസ്കി. സോ അക്കോർഡിംഗ് ടു ചോംസ്കി, ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ വിത്ത് എ നാച്ചുറൽ എബിലിറ്റി ടു അക്വയർ ലാംഗ്വേജ്. സോ നോം ചോംസ്കിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയും, അതായത് ഹ്യൂമൻ ബീങ്സും ജനിക്കുന്നത് എങ്ങനെയാണ്, നാച്ചുറലി അവർക്ക് ഓരോ ലാംഗ്വേജും അക്വയർ ചെയ്യാനുള്ള എബിലിറ്റിയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവർ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഓൾറെഡി പ്രീ വയേർഡ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. സോ ഓൾറെഡി ഹ്യൂമൻ ബ്രെയിനിൽ എന്തുണ്ട്, ദാറ്റ് ഈസ് ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ആൻഡ് ദാറ്റ് എക്സ്പോഷർ ടു ലാംഗ്വേജ് ഇസ് ഇനഫ് ഫോർ ചിൽഡ്രൻ ടു ഡെവലപ്പ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. ആൻഡ് ആ ഒരു എക്സ്പോഷർ തന്നെ എന്താണ്, ദാറ്റ് ഇനഫ് ഫോർ ചിൽഡ്രൻ ടു ഡെവലപ്പ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. അത് തന്നെ കുട്ടികൾക്ക് ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Then, to explain this idea, Chomsky proposed the theory of universal grammar. So, ഈ ഒരു ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോംസ്കി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. ആൻഡ് ഹി സജസ്റ്റഡ് ദാറ്റ് ഓൾ ഹ്യൂമൻ ലാംഗ്വേജ് ഷെയർ സെർട്ടൈൻ ബേസിക് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. സോ അദ്ദേഹം എന്താണ് പറയുന്നത്, എല്ലാ ലാംഗ്വേജും, എല്ലാ ഹ്യൂമൻ ലാംഗ്വേജും ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. സെർട്ടൈൻ ബേസിക് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്, വിച്ച് ആർ നാച്ചുറലി പ്രസന്റ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്. സോ അതെന്താണ്, നാച്ചുറലി അത് ഹ്യൂമൻ മൈൻഡിൽ ഉണ്ട് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, this common set of rules enables children to learn any language quickly. അപ്പോൾ ഈ ഒരു കോമൺ സിസ്റ്റം ഹ്യൂമൻ ബീങ്സിന് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഏത് ലാംഗ്വേജും ക്വിക്ക്ലി കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാൻ സാധിക്കും. ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് വേർ ദേ ആർ ബോൺ, അല്ലേ. സോ അവരെവിടെ ജനിച്ചാലും ഏത് ലാംഗ്വേജും നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും എന്നാണ് ചോംസ്കി പറയുന്നത്. ആൻഡ് ചോംസ്കി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. സോ ഇനി ചോംസ്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ചോംസ്കി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. Then a hypothetical part of the brain that helps children understand language. So എന്താണ് language acquisition device എന്ന് പറയുന്നത്, that is LAN. It was a part of the brain that helps children understand language, അല്ലേ. സോ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പാർട്ട് എവിടെയുണ്ട്, ഹ്യൂമൻ ബ്രെയിനിലുണ്ട്. സോ ഐഡൻറ്റിഫൈ ഗ്രാമർ, ദെൻ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്രാമർ പാറ്റേൺസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അൺലൈക്ക് ബിഹേവിയറിസ്റ്റ് who believed language learning depends mainly on external training. അപ്പോൾ ബിഹേവിയറിസ്റ്റ് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ലേൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ചോംസ്കി പറയുന്നത് there is always a part in our brain that helps children understand the language. So unlike behaviorists who believed language learning depends mainly on external training. So
അൺലൈക്ക് ബിഹേവിയറിസ്റ്റ് അല്ലെ, ബിഹേവിയറിസ്റ്റ് എന്താണ് എക്സ്റ്റേണൽ ട്രെയിനിങ്ങിലൂടെയാണ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ചോംസ്കി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മൈൻഡ് ഇന്നേറ്റ് എബിലിറ്റി. സോ ചോംസ്കി എന്താണ് ആക്ച്വലി ഇവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നത്, നമ്മുടെ മൈൻഡിന് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഹെറിറ്റഡ് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോംസ്കി ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് എന്നുള്ളതാണ്. സോ ചോംസ്കി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മൈൻഡ്സ് ഇന്നേറ്റ് എബിലിറ്റി ആൻഡ് ഹിസ് തിയറി changed the study of language by shifting attention from habit formation to the mental process involved in language acquisition. So his theory changed the study of language. So അദ്ദേഹത്തിൻ്റെ തിയറീസിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാംഗ്വേജ് സ്റ്റഡീസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞതില്ല, ബൈ ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ഫ്രം ഹാബിറ്റ് ഫോർമേഷൻ. സോ ഹാബിറ്റ് ഫോർമേഷനിൽ നിന്നും ലാംഗ്വേജ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മെൻ്റൽ പ്രോസസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രോസസ്സിലൂടെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ നടത്തുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് ചോംസ്കി പറയുന്നത്. Then moving on to the next question, that is compare and contrast the traditional behaviorist classroom with a constructivist classroom in terms of learning process and roles. So traditional classroom constructivist classroom ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. Traditional or behaviorist classroom is teacher centered. So ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കും. അവിടെ ടീച്ചറാണ് മെയിൻ സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്, ആൻഡ് ദ കംപ്ലീറ്റ് അതോറിറ്റി ഇസ് ഗിവൺ ടു ദ ടീച്ചർ. സോ ലേണിംഗ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, അവിടെ മെമ്മറൈസേഷൻ, റിപ്പീറ്റേഷൻ ആൻഡ് പ്രാക്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ദ കരിക്കുലം ഇസ് ഫിക്സ്ഡ് ആൻഡ് സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ അല്ലേ. സോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇയറിലെ കരിക്കുലം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നു, കെയർഫുള്ളി ടീച്ചർ പറയുന്നത് ലിസൺ ചെയ്യുന്നു, ദെൻ റീപ്രൊഡ്യൂസ് കറക്റ്റ് ആൻസേഴ്സ്, ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഡ്രിൽസ് ആർ ദ മെയിൻ ലേണിംഗ് മെറ്റീരിയൽസ്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്, ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ ഡ്രിൽസും ആണ് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസ് അവിടെ usually work individually, and assessment mainly focus on റിട്ടൺ ടെസ്റ്റ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ്. സോ എങ്ങനെയാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അസസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്? സോ റിട്ടൺ ടെസ്റ്റുകളിലൂടെയോ അല്ലെങ്കിൽ കറക്റ്റ് ആൻസറിങ്ങിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഫൈനൽ റിസൾട്ട് ദാൻ ടു ദ ലേണിംഗ് പ്രോസസ്. സോ അത് എന്ത് ചെയ്യുന്നു, ഫൈനൽ റിസൾട്ടിനേക്കാൾ കൂടുതൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനേക്കാൾ കൂടുതൽ ഫൈനൽ റിസൾട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇനി നമ്മളൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല എൻകറേജ് സ്റ്റുഡൻസ് ടു ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ ലേണിംഗ്. സോ ലേണിംഗിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്റ്റീവ് റോള് ആർക്കുണ്ട്, സ്റ്റുഡൻസിനുണ്ട് എന്നുള്ളതാണ്. സോ അവരുടെ പുതിയ നോളേജ് ആരാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്, സ്റ്റുഡൻസ് തന്നെയാണ്. സോ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു നോളജിലോട്ട് അവർ എത്തുന്നത്. സിംപ്ലി അവർ ഇൻഫോർമേഷൻസ് മെമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ അല്ല അവരെന്ത് ചെയ്യുന്നത്, മറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കഷനിലൂടെ, ഗ്രൂപ്പ് വർക്കിലൂടെ, പ്രോബ്ലം സോൾവിങ്ങിലൂടെ, അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ ഒരു നോളജിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡാണ്. സോ സ്റ്റുഡൻസിനെ ആ ഒരു നോളജിലോട്ട് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗൈഡ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചർ എന്ന് പറയുന്നത്. സോ പുതിയ പുതിയ സ്കഫോൾഡിങ്ങിലൂടെ പുതിയ പുതിയ നോളജുകൾ ഡിസ്കവർ ചെയ്യാൻ, അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്കവർ ചെയ്യാനുള്ള ഒരു മാർഗം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കരിക്കുലം ഫോക്കസ് ഓൺ മീനിങ് ഫുൾ കോൺസെപ്റ്റ്സ് ആൻഡ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ഒരു കരിക്കുലം എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളെയും റിയൽ ലൈഫ് സിറ്റുവേഷൻസുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. റാദർ ദാൻ മെമ്മറൈസിങ് ഫാക്ട്സുകളെ മെമ്മറൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ അസസ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇവാലുവേറ്റ് ബോത്ത് ദ ലേണിംഗ് പ്രോസസ് ആൻഡ് ദ ഫൈനൽ ഔട്ട്കം. സോ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള
ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ലേണിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ ഫൈനൽ ഔട്ട്കമ്മിനെയും എന്താണ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ എന്ത് ചെയ്യുന്നത് നോളജിനെ എന്ത് ചെയ്യുന്നത് അസസ്മെന്റ് ചെയ്യുന്നത്. ദെൻ ഓവറോൾ വൈൽ ദ ട്രഡീഷണൽ ക്ലാസ് റൂം എംഫസൈസസ് teacher control the habits formation and the constructivist classroom encourages active learning. So ഇപ്പോൾ ഒരു എന്താണ് ട്രഡീഷണൽ ക്ലാസ് റൂം ആണെങ്കിൽ ഒരു ബിഹേവിയറിസ്റ്റ് തിയറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്താണ് ഒരു ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്തായിരിക്കും ഒരു പാസീവ് ആയിട്ടുള്ള ലിസണർ മാത്രമായിരിക്കും. പക്ഷേ ഒരു കൺസ്ട്രക്റ്റിവിറ്റി ക്ലാസ് റൂമിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം ക്രിട്ടിക്കലി തിങ്ക് ചെയ്തുകൊണ്ടാണ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത് അവർ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. Then moving on to the next question, that is discuss the key features, theoretical base and roles in the grammar translation method എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Okay, so the grammar translation method is one of the oldest method of language teaching. So language teaching le ഏറ്റവും oldest ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 17th and 19th centuries ഇടയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫോർ ലേണിംഗ് ക്ലാസിക്കൽ ലാംഗ്വേജ് such as Greek and Latin ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മെത്തേഡിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക റീഡ് ചെയ്യിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാനും ലിറ്റററി ടെക്സ്റ്റുകൾ റീഡ് ചെയ്യുക അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ആക്ച്വലി വന്നത്, റീഡ് ചെയ്യിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാനുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് തിയററ്റിക്കൽ ബേസ് ഇസ് ദാറ്റ് ലേണേഴ്സ് first study grammar rules and vocabulary and then apply them by translating sentence and passages between the mother tongue and the target language. സോ ആക്ച്വലി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലേണേഴ്സ് എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യണം ഗ്രാമർ റൂൾസുകൾ പഠിക്കണം, വൊക്കാബുലറീസുകൾ പഠിക്കണം, എന്നിട്ട് അതെന്ത് ചെയ്യാം ട്രാൻസ്ലേറ്റിംഗ് സെൻറ്റൻസുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു സെൻറ്റൻസിൽ അല്ലെങ്കിൽ പാസേജിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ മദർ ടങ്ങിനെ എന്ത് ചെയ്യുന്നു മദർ ടങ്ങിനും ടാർഗറ്റ് ലാംഗ്വേജിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ ഒരു ട്രാൻസ്ലേറ്റിംഗ് നടത്തുന്നത് എന്നുള്ള. സോ ഗ്രാമർ ഇസ് എക്സ്പ്ലെയിൻഡ് ഡയറക്റ്റ്ലി യൂഷ്വലി ഇൻ ദ സ്റ്റുഡൻസ് നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് grammar is explained directly usually in the student's native language and the accuracy is given more importance than communication. So actually ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് പറയേണ്ടത് എന്നാണ് ദാറ്റ് ഇസ് മീനിങ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീനിങ് എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ യൂഷ്വലി ഇൻ ദ സ്റ്റുഡൻസ് നേറ്റീവ് ലാംഗ്വേജ് ദ അക്യുറസി ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അക്യുറസിയേക്കാൾ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നേറ്റീവ് ലാംഗ്വേജസിന് ഇടയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദാറ്റ് ഇസ് അക്യുറസി എന്നുള്ളതാണ്. So in the grammar translation method, the teacher is the central authority who selects the text. So grammar translation method ടീച്ചർ ആണ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ അത് എന്ത് ചെയ്യുന്നത് ഹു സെലക്ട്സ് ദ ടെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഗ്രാമർ റൂൾസ്, ഗീവ്സ് ട്രാൻസ്ലേഷൻ എക്സസൈസസ്. സോ ടീച്ചറാണ് എന്ത് ചെയ്യുന്നത് ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഗ്രാമർ റൂൾസുകൾ പറഞ്ഞു കൊടുക്കുന്നത്, ദെൻ ട്രാൻസ്ലേഷൻ എക്സസൈസുകൾ നടത്തുന്നത്, സ്റ്റുഡൻസിൻ്റെ ആൻസർ ചെക്ക് ചെയ്യുന്നത് ആരാണ് ടീച്ചറാണ്. സോ ഒരു ലേണർ ഇസ് എക്സ്പെക്റ്റഡ് ടു മെമ്മറൈസ് ഗ്രാമർ റൂൾ. സോ ലേണർ എന്താണ് ഗ്രാമർ റൂൾസുകൾ മെമ്മറൈസ് ചെയ്യണം, വൊക്കാബുലറീസ് മെമ്മറൈസ് ചെയ്യണം, മീനിങ്, സിനോണിംസ്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് പ്രാക്ടീസ് ചെയ്യണം റെഗുലർലി. സോ കോമൺ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ട്രാൻസ്ലേറ്റിംഗ് പാസേജ്. സോ കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പാസേജസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ
റൈറ്റിംഗ് സമ്മറീസ്, അതുപോലെ ആൻസറിങ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്താണ് പ്രാക്ടീസിങ് സെൻറ്റൻസ് പാറ്റേൺസ് സച്ച് ആസ് സബ്ജക്റ്റ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പാറ്റേൺസുകൾ എന്ത് ചെയ്യുക, സെൻറ്റൻസ് പാറ്റേൺസുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ദോ GTM, സോ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇസ് എഫക്റ്റീവ് ഫോർ ഡെവലപ്പിംഗ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് ഗ്രാമാറ്റിക്കൽ അക്യുറസി. സോ അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്, ഈ ഒരു നമ്മുടെ ഗ്രാമാറ്റിക്കൽ അക്യുറസി ഡെവലപ്പ് ചെയ്യാൻ, റീഡിങ്, റൈറ്റിംഗ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ എന്താണ് GTM വളരെയധികം എഫക്റ്റീവാണ് എന്നുള്ളത്. സോ ഇറ്റ് ഗീവ്സ് വെരി ലിറ്റിൽ അറ്റൻഷൻ ടു പ്രൊനൗൺസിയേഷൻ. കാരണം ഇത് പ്രൊനൗൺസിയേഷനോ ലിസണിങ് സ്പീക്കിങ്ങിനോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, മറിച്ച് അക്യുറസി ക്രിയേറ്റ് ചെയ്യുക, അതായത് നമ്മൾ എഴുതുന്നതിലാണ് അക്യുറസി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. So moving on to the next question, that is explain the principles of the direct method and its natural approach to language acquisition എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. So the direct method was introduced as a reaction against the grammar translation. So direct method actually എന്താണ്, ഇതൊരു റിയാക്ഷൻ ആണ്. എന്തിനെതിരെ വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്? ദ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. സോ GTMനെതിരെ വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഫോക്കസ് മോർ ഓൺ സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കാരണം ഇത് കൂടുതലായിട്ടും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് എ സെക്കൻഡ് ലാംഗ്വേജ് ഷുഡ് ബി ലേൺഡ് ഇൻ ദ സെയിം നാച്ചുറൽ വേ ആസ് എ ചൈൽഡ് ലേൺസ് ദ മദർ ടങ്. സോ ഈ ഒരു ഡിറക്റ്റ് മെത്തേഡ് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഒരു കുട്ടി എങ്ങനെയാണോ പഠിക്കുന്നത്, തൻ്റെ മദർ ടങ്ക് എങ്ങനെയാണോ ഒരു കുട്ടി പഠിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് വേണം, ഒരു അത്രയും സെയിം നാച്ചുറൽ വേയിൽ തന്നെ എന്ത് പഠിക്കണം എന്നാണ് പറയുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഇൻ ദിസ് മെത്തേഡ് ഓൺലി ദ ടാർഗറ്റ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം. സോ ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്താണ്, ടാർഗറ്റ് ലാംഗ്വേജ് നമ്മൾ എവിടെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ടു ദ സ്റ്റുഡൻസ് നേറ്റീവ് ലാംഗ്വേജ് ഇസ് അവോയ്ഡഡ്. സോ സ്റ്റുഡൻസ് ലേൺ ദ മീനിങ് ഓഫ് വേർഡ്സ് ബൈ ഡയറക്ട്ലി കണക്റ്റിംഗ് ദം വിത്ത് ഒബ്ജക്ട്സ്. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, ഒരു വേർഡിൻ്റെ മീനിങ് അതിനെ ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുക, ആക്ഷൻസ്, പിക്ചേഴ്സ്, ജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സിറ്റുവേഷൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തുകൊണ്ടാണ് അത് പഠിക്കുന്നത് എന്നുള്ളതാണ്. സോ ഡയറക്ട്ലി കണക്റ്റിംഗ് all these things. So the teacher creates a language rich environment where students learn through listening. So teacher എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലാംഗ്വേജ് റിച്ച് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ സ്റ്റുഡൻസ് ലിസണിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും എവറിഡേ കോൺവേഴ്സേഷൻസിലൂടെയും എന്ത് ചെയ്യാണ്, ആ ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. To explain new words, the teacher use visuals. ഇപ്പോൾ പുതിയ വേർഡ്സുകൾ എന്തെങ്കിലും വന്നാൽ ടീച്ചർ എന്ത് യൂസ് ചെയ്യും, വിഷ്വൽസ് യൂസ് ചെയ്യും, ജസ്റ്റേഴ്സ് യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഡെമോൺസ്ട്രേഷൻസ് യൂസ് ചെയ്യാം, ചെയിൻ ആക്ടിവിറ്റീസ്, ഫ്ലോ ചാർട്ട്സ്, ഇതെല്ലാം എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ എക്സാമ്പിളിലൂടെ പറയുന്നത്, ഐ ഗോ ടു ദ വിൻഡോ, ഐ ഓപ്പൺ ദ വിൻഡോ. ഗ്രാമർ is taught inductively, which means students discover grammar rules by observing examples instead of receiving direct explanations. അല്ലേ? സോ കുട്ടികൾ ഗ്രാമർ പഠിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെയല്ല, മറിച്ച് എക്സാമ്പിൾസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളത്. സോ ലേണേഴ്സ് ആർ എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ കോൺവെർസേഷൻ. സോ ഓരോ ലേണേഴ്സും എന്ത് ചെയ്യണം, ഒരു കോൺവെർസേഷൻസിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡഡ് ആവണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഇൻക്ലൂഡഡ് ആവണം. എങ്കിൽ മാത്രമേ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദ മെയിൻ എയിം ഓഫ് ദ ഡയറക്റ്റ് മെത്തേഡ് ഈസ് ടു ഡെവലപ്പ് ഫ്ലുവൻസി. സോ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യുക, പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആൻഡ് മീനിങ്ഫുൾ ലാംഗ്വേജിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, through natural and meaningful language use rather than memorization and translation. So memorization and translation അപ്പുറത്തേക്ക് മീനിങ്ഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ലാംഗ്വേജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസും പ്രൊനൗൺസിയേഷനും ഫ്ലുവൻസിയും എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്. Then we move on to the next question, that is analyze the
audio-lingual method, that is ALM, in terms of its behaviorist rule and classroom implementation എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So the audio-lingual method is based on the principles of behaviorism. So audio-lingual method എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? സോ ബിഹേവിയറിസത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദ ഐഡിയ ഓഫ് ലിയനാർഡ് ബ്ലൂംഫീൽഡ്, അത് മാത്രമല്ല ലിയനാർഡ് ബ്ലൂംഫീൽഡിൻ്റെ ഐഡിയാസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ALM എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്, അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ. ആക്ച്വലി ഈ ഒരു മെത്തേഡ് പ്രകാരം ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഹാബിറ്റ് ഫോർമേഷൻ ആണ്. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആണ്. സോ ഇമിറ്റേഷനിലൂടെയും റിപ്പീറ്റേഷൻ റീഇൻഫോഴ്സ്മെന്റിലൂടെയും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്ത് എടുക്കാൻ സാധിക്കും. സോ ജസ്റ്റ് ലൈക്ക് ദ ചിൽഡ്രൻ ലേൺ ദ ഫസ്റ്റ് ലാംഗ്വേജ് ബൈ ലിസണിങ് ദ അഡൾട്ട്സ് ആൻഡ് റിപ്പീറ്റിംഗ് വാട്ട് ദേ ഹിയർ. ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സ് ഡെവലപ്പ് ലാംഗ്വേജ് ഹാബിറ്റ്സ് ത്രൂ കോൺസ്റ്റന്റ് ഓറൽ പ്രാക്ടീസ്. ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിനും അവരെങ്ങനെയാണ് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് ത്രൂ ദെയർ ഹാബിറ്റ്സ്, അല്ലേ? ദ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഓർ കോൺസ്റ്റന്റ് ഓറൽ പ്രാക്ടീസ് ബിഫോർ ലേണിംഗ് റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസ്, അല്ലേ? സോ നമ്മളൊരു എന്താണ് റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസിന് മുന്നായിട്ട് നമ്മൾ ഓറലി പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പീക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ in the classroom, the teacher provides a correct language model by reading dialogues and demonstrating proper pronunciation and intonations. So classroom il teacher endu provide cheyyunnundu, correct aayittulla oru language model endu cheyyunnundu, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു? ഡയലോഗ്സുകൾ റീഡ് ചെയ്യുന്നു ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റോണേഷൻസ് മീനിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? ഇത് ലിസൺ ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും അവർ ഓരോ ഡയലോഗ്സുകളും മെമ്മറൈസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഈ ഒരു സെൻറ്റൻസ് പാറ്റേൺസുകൾ അവർ എന്ത് ചെയ്യുന്നു? റോൾ പ്ലേയിലൂടെ ഡ്രിൽസിലൂടെ അവർ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് മേ ഫസ്റ്റ് ലിസൺ ടു എ ഡയലോഗ് സച്ച് ആസ് ലുക്കിംഗ് ഫോർ ആൻ അപ്പാർട്ട്മെന്റ്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? സ്റ്റുഡൻസ് മേ ഫസ്റ്റ് ലിസൺ ടു എ ഡയലോഗ്, അല്ലേ? സ്റ്റുഡൻസ് ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു ഡയലോഗ് ലിസൺ ചെയ്യുന്നു. എന്നിട്ടോ അതായത് ലുക്കിംഗ് ഫോർ ആൻ അപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ആൻഡ് റിപ്പീറ്റ് ഇറ്റ് സെവറൽ ടൈംസ്. അത് എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് ടൈംസിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രാക്ടീസ് ഗ്രാമർ പാറ്റേൺസ്, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാണ്? ഗ്രാമർ പാറ്റേൺസുകൾ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് എന്താണ്? ദെൻ ലേറ്റർ റീഡ് ആൻഡ് റൈറ്റ് ദ സെയിം മെറ്റീരിയൽ. സോ സെയിം ആയിട്ടുള്ള കാര്യം പിന്നീടാണ് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും. ദെൻ the teacher immediately corrects mistakes and praises correct response, അല്ലേ? ടീച്ചർ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ്ലി ആ ഒരു എന്ത് ചെയ്യാണ്? കറക്റ്റ് മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസുകൾ റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് അക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്പീക്കിംഗ് ആൻഡ് റിപ്പീറ്റഡ് പ്രാക്ടീസസുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാരണം ദാറ്റ് വാസ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡാണ്. ഓഡിയോ നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സമ്മറൈസ് സ്റ്റീഫൻ ക്രാഷൻസ് മോണിറ്റർ മോഡൽ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ദ ലാംഗ്വേജ് ക്ലാസ് റൂം എന്നുള്ളതാണ് നെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റീഫൻ ക്രാഷൻസ് മോണിറ്റർ മോഡൽ എക്സ്പ്ലെയിൻസ് ഹൗ പീപ്പിൾ അക്വയർ സെക്കൻഡ് ലാംഗ്വേജ്. സോ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസിലൂടെ എങ്ങനെ ഒരു വ്യക്തി സെക്കൻഡ് ലാംഗ്വേജിനെ അക്വയർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്. സോ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇസ് ഡെവലപ്ഡ് ഇൻ 2 ways. 2 രീതിയിലാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അക്വിസിഷനിലൂടെ. സോ വിച്ച് ഇസ് എ നാച്ചുറൽ ആൻഡ് അൺകോൺഷ്യസ് പ്രോസസ്സ്. അതൊരു നാച്ചുറൽ അൺകോൺഷ്യസ് പ്രോസസ്സാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേണിങ്ങിലൂടെയാണ്. അത് കോൺഷ്യസ്ലി നമ്മൾ ഗ്രാമറിൻ്റെ ലാംഗ്വേജും വൊക്കാബുലറി എല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ലേൺ ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ മോണിറ്റർ ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്. സോ ദാറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ knowledge gained through learning acts as a monitor or editor. So monitor hypothesis ൽ പറയുന്നത് നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ലേണിംഗ് ആക്ട്സിലൂടെയാണ്. അതായത് ഒരു മോണിറ്റർ അല്ലെങ്കിൽ എഡിറ്റർ എന്നുള്ള നിലയിൽ ഒരു ലേണിംഗ്
അല്ലെങ്കിൽ എന്താണ് ഒരു ലേണിംഗ് ആക്ട്സിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. സോ അത് ലേണേഴ്സിനെ അവരുടെ ലാംഗ്വേജ് എന്ത് ചെയ്യാണ് സ്പീക്ക് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനും മുമ്പായിട്ട് കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്. സോ ദാറ്റ് സജസ്റ്റ് ദാറ്റ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ആർ അക്വയർഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ ഓർഡർ. സോ അതായത് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസിൽ പറയുന്നത് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് അക്വയർ ചെയ്തിട്ടുള്ളത് ഇൻ എ പ്രെഡിക്റ്റബിൾ ഓർഡർ അല്ലെ, അതൊരു പ്രെഡിക്റ്റബിൾ ഓർഡറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടോട്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ലേണേഴ്സ് മേക്ക് പ്രോഗ്രസ് വെൻ ദേ റിസീവ് കോംപ്രഹെൻസിബിൾ ഇൻപുട്ട്. സോ ലേണേഴ്സ് എന്ത് ചെയ്യുന്നു, പ്രോഗ്രസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെൻ ദേ റിസീവ് കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് വിച്ച് മീൻസ് ലാംഗ്വേജ് ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി എബോവ് ദെയർ കറൻറ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബട്ട് സ്റ്റിൽ മീനിങ് ഫുൾ. സോ അതിനർത്ഥം എന്താണ്, അതായത് അവരുടെ കറൻറ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും അത് എന്ത് ചെയ്തിട്ടുണ്ട്, എബോവ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഇൻപുട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് പ്രോഗ്രസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് ആണ് ലാസ്റ്റ് വരുന്നത്. സോ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ് സച്ച് ആസ് ഫിയർ, സ്ട്രെസ്, ആൻസൈറ്റി ഓർ ലോ സെൽഫ് കോൺഫിഡൻസ് ക്യാൻ പ്രിവെൻറ്റ് ലാംഗ്വേജ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിയർ, സ്ട്രെസ്, ആൻസൈറ്റി, അതുപോലെ തന്നെ ലോ സെൽഫ് കോൺഫിഡൻസ്, ഇതിലൂടെയൊക്കെ എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് ഇതിലൂടെയൊക്കെ നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻ്റെ ആ ഒരു കപ്പാസിറ്റി കുറയും. സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം ക്ലാസ് റൂമിൽ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിലൂടെ മാത്രമേ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗും മീനിങ് ഫുൾ ആയിട്ടും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും അവർക്ക് ലേൺ ചെയ്യാൻ സാധിക്കൂ, ആൻഡ് മെറ്റീരിയൽസ് ലേൺ ചെയ്യാൻ സാധിക്കുള്ളൂ, അവരുടെ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ അവർക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. Then moving on to the next question, that is discuss the importance and the integration of LSRW skills in an effective English language teaching program എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ദ 4 basic language skills is listening, speaking, reading and writing അല്ലേ. സോ നമ്മുടെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് ലിസൺ ചെയ്യുക, ദെൻ സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ്. So these are essential for effective communication അല്ലേ. ഇംഗ്ലീഷ് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ഈ 4 സ്കിൽസിനെയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ആൻഡ് ലിസണിങ് ആൻഡ് റീഡിങ് ആർ റിസെപ്റ്റീവ് സ്കിൽസ് ആസ് ലേണേഴ്സ് റിസീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻഫോർമേഷൻ, വൈൽ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ പ്രൊഡക്റ്റീവ് സ്കിൽസ്. അപ്പോൾ ലിസണിങ്ങും റീഡിങ് എന്ന് പറയുന്നതും റിസെപ്റ്റീവ് സ്കിൽസുകളാണ്. അതായത് ലേണേഴ്സ് എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. റിസീവ് ചെയ്യുന്ന പ്രോസസ്സാണ് ലിസണിങ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് റീഡിങ് എന്ന് പറയുന്നത്. ദെൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും പ്രൊഡക്റ്റീവ് സ്കിൽസുകളാണ്. സോ സ്പീക്കിങ്ങും റൈറ്റിങ്ങും പ്രൊഡക്റ്റീവ് സ്കിൽസുകളാണ്. അതായത് ആസ് ലേണേഴ്സ് എക്സ്പ്രസ് ദെയർ ഐഡിയാസ് അല്ലേ. സ്പീക്കിങ്ങിലൂടെയും റൈറ്റിങ്ങിലൂടെയാണ് ലേണേഴ്സ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ലിസണിങ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഇൻപുട്ട് ദാറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് സ്പീക്കിംഗ്. സോ ലിസണിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റൈറ്റിംഗ് വൈൽ റീഡിംഗ് ഡെവലപ്സ് വൊക്കാബുലറി, ഗ്രാമർ. സോ ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ലിസണിങ് നമ്മുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. റീഡിങ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ വൊക്കാബുലറിയും ഗ്രാമറും എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. ആൻഡ് ഐഡിയാസ് ദാറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, സോ ദാറ്റ് വി ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. Then teachers should integrate all 4 skills in the classroom activities. So ഇപ്പോൾ ടീച്ചർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ 4 സ്കിൽസും എന്ത് ചെയ്യണം,
ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഒരു ക്ലാസ് റൂമിൽ ഈ 4 സ്കിൽസും ഒരു ടീച്ചറെ ഇൻക്ലൂഡ് ചെയ്യണം. സോ അവരെ സെപ്പറേറ്റ്ലി ഇൻസ്റ്റെഡ് ഓഫ് ടീച്ചിങ് ദം സെപ്പറേറ്റ്ലി ടീച്ച് ചെയ്യാതെ എന്ത് ചെയ്യാം, ഈ 4 സ്കിൽസുകളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി എന്ത് ചെയ്യണം, ടീച്ചർ പ്രൊവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് മേ ഫസ്റ്റ് ലിസൺ ടു എ കോൺവെർസേഷൻ. സോ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു കോൺവെർസേഷൻ ലിസൺ ചെയ്യണം ആൻഡ് ഡിസ്കസ് വിത്ത് ദാറ്റ് ക്ലാസ്മേറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്മേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക ആൻഡ് റീഡ് എ റിലേറ്റഡ് പാസേജ്. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാസേജ് വായിക്കുക. ദെൻ ആൻഡ് ഫൈനലി റൈറ്റ് എ ഷോർട്ട് സമ്മറി ഓർ ഒപ്പീനിയൻ. ഫൈനലി എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആക്ടിവിറ്റീസ് സച്ച് ആസ് റോൾ പ്ലേസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്റ്റോറി ടെല്ലിംഗ്, പ്രസൻറ്റേഷൻ, ലിസണിങ് എക്സസൈസ്, ഇതെല്ലാം എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ലേണേഴ്സിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ബൈ ഇൻ്റഗ്രേറ്റിംഗ് RW skills, teachers address different learning styles. So different ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസുകൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവർക്ക് ലാംഗ്വേജിലുള്ള ഫ്ലുവൻസിയും അക്യുറസിയും ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ്. അല്ലേ, അത് മാത്രമല്ല എന്താണ്, സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ്, അല്ലേ, അതായത് റിട്ടൺ ഇംഗ്ലീഷിലും സ്പോക്കൺ ഇംഗ്ലീഷിലും എഫക്റ്റീവായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then moving on to the next question, that is outline the 5 stages of the writing process and the role of social interaction in skill development എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. സോ റൈറ്റിംഗ് ഇസ് എ ഗ്രാജുവൽ പ്രോസസ് ദാറ്റ് ഡെവലപ്സ് ത്രൂ സെവറൽ സ്റ്റേജസ്. സോ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരുപാട് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഡെവലപ്പ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രീ റൈറ്റിംഗ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രീ റൈറ്റിംഗ് ആണ്. അവിടെ ലേണേഴ്സ് എന്ത് കളക്ട് ചെയ്യുന്നു, ഐഡിയാസും അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ, മൈൻഡ് മാപ്പിങ്ങിലൂടെ, ഡിസ്കഷനിലൂടെ ഐഡിയാസ് കളക്ട് ചെയ്യുന്ന സ്റ്റേജാണ് പ്രീ റൈറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഇസ് ഡ്രാഫ്റ്റിംഗ്, അതായത് നമ്മൾ എഴുതുന്ന സ്റ്റേജ് ആണ്. സോ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ യാതൊരു വറീസും കൂടാതെ, അതായത് ഗ്രാമറിനെ കുറിച്ചോ മിസ്റ്റേക്സിനെ കുറിച്ചോ ഒന്നും വറി ചെയ്യാതെ അത് എഴുതുന്ന പ്രോസസ്സാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് റിവൈസിങ്. സോ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവൈസിങ് ആണ്. റിവൈസിങ്ങിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കോണ്ടന്റ് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്താണ് വേണ്ടാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്യാം, വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഇസ് എഡിറ്റിംഗ്. നാലാമത്തെ സ്റ്റേജ് ആണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, സെന്റൻസ് സ്ട്രക്ചർ തുടങ്ങിയതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഇസ് പ്രൂഫ് റീഡിംഗ്. ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എഡിറ്റിംഗും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂഫ് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കെയർഫുള്ളി നമ്മൾ നമ്മുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും എറേഴ്സ് ഇനി നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടോ എന്ന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഫൈനൽ സ്റ്റേജ്, ദാറ്റ് ഈസ് പ്രൂഫ് റീഡിംഗ്. സോ അക്കോർഡിംഗ് ടു Vygotsky, writing skills develop through social interaction. So വിഗോട്സ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹി ബിലീവഡ് ദാറ്റ് ലേണേഴ്സ് ഇംപ്രൂവ് ബൈ വർക്കിംഗ്. സോ അദ്ദേഹം പറയുന്നത് എന്താണ്, ലേണേഴ്സ് എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടും ക്ലാസ്മേറ്റ്സ് മറ്റ് സ്കിൽഡ് ഇൻഡിവിജ്വൽസുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ലേണേഴ്സ് ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ സ്കഫോൾഡിങ്ങിലൂടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റുഡൻസിനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ലേണിംഗ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വേർ അവിടെ ലേണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവലി അവർ ആ ഒരു ഗൈഡൻസിൽ നിന്നും, ആ ഗൈഡഡ് പ്രാക്ടീസിൽ നിന്നും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പൊസിഷനിലോട്ട് അവർ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്കഷൻ, കൊളാബറേഷൻ, പിയർ ഫീഡ്ബാക്സ്, അതുപോലെ തന്നെ ടീച്ചർ സപ്പോർട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
Then moving on to the next question, that is discuss the benefits and challenges of using literature as a strategy for English language teaching എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ യൂസിങ് ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഈസ് ആൻ എഫക്റ്റീവ് വേ ടു ഇംപ്രൂവ് സ്റ്റുഡൻസ് ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ലിറ്റററി വർക്ക്സുകളായി എന്തൊക്കെ ഉണ്ടായിരിക്കും, സ്റ്റോറീസ്, പോയംസ്, നോവൽസ്, പ്ലേസ്, ഇതെല്ലാം എന്താണ് ലിറ്റററി വർക്ക്സുകളാണ്. സോ ഇതെല്ലാം ഒതന്റിക് ആയിട്ടുള്ള ലാംഗ്വേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസും കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനൊപ്പം തന്നെ എന്ത് ചെയ്യാം, ഇക്കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, വായിക്കാം. സോ ലിറ്ററേച്ചർ ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് ദെയർ റീഡിങ്. അവരുടെ റീഡിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ലിസണിങ്, സ്പീക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ലിറ്ററേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം, ഗ്രാമർ സ്ട്രക്ചർ നമ്മുടെ ഉള്ളിലുള്ളത് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് എൻകറേജസ് ലേണേഴ്സ് ടു തിങ്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും, ഐഡിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും, ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സുകൾ മനസ്സിലാവും, വാല്യൂസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ ലിറ്ററേച്ചറിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളത്. സോ അപ്പോൾ ത്രൂ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് നോട്ട് ഓൺലി ലേൺ ദ ലാംഗ്വേജ് ബട്ട് ഓൾസോ ഗെയിൻ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് സൊസൈറ്റി. സോ അപ്പോൾ ലിറ്ററേച്ചറിലൂടെ സ്റ്റുഡൻസ് ആക്ച്വലി എന്ത് ചെയ്യുന്നു, ലാംഗ്വേജ് മാത്രമല്ല ലേൺ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ എക്സ്പീരിയൻസ്, സൊസൈറ്റിയെ കുറിച്ചെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. Then, however, teaching literature also has some challenges. അത് മാത്രമല്ല ലിറ്ററേച്ചർ ടീച്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ചലഞ്ചസുകളും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ടീച്ചർ നീഡ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. ടീച്ചർക്ക് എന്ത് ചെയ്യണം, ആ ഒരു ലിറ്റററി ടെക്സ്റ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആൻഡ് മസ്റ്റ് ചൂസ് മെറ്റീരിയൽസ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റുഡൻസ് ഏജ് ഇൻട്രസ്റ്റ്. സോ സ്റ്റുഡൻസിൻ്റെ ഏജിനും ഇൻട്രസ്റ്റിനും ലാംഗ്വേജ് ലെവലിനും അനുസരിച്ചുള്ള മെറ്റീരിയൽസ് അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഡിഫിക്കൽട്ട് vocabulary and complex ideas may discourage beginners if the texts are not carefully selected. അല്ലേ? അത് മാത്രമല്ല നമ്മളൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വൊക്കാബുലറിയോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ഐഡിയാസോ ഉള്ള ബുക്സുകൾ ബിഗിനേഴ്സിന് കൊടുക്കാതിരിക്കുക. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ടു മേക്ക് ലിറ്ററേച്ചർ മോർ എഫക്റ്റീവ്. സോ അത് ലിറ്ററേച്ചറിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കും. ആൻഡ് ടീച്ചർ ഷുഡ് യൂസ് പ്രീ റീഡിങ്, ഡ്യൂറിങ് റീഡിങ് ആൻഡ് പോസ്റ്റ് റീഡിങ് ആക്ടിവിറ്റീസ്. സോ അത് മാത്രമല്ല പ്രീ റീഡിങ്, ഡ്യൂറിങ് റീഡിങ്, അതുപോലെ തന്നെ പോസ്റ്റ് റീഡിങ് ആക്ടിവിറ്റീസുകൾ ടീച്ചർ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. പ്രീ റീഡിങ് ആക്ടിവിറ്റീസിൽ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക, ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, വൊക്കാബുലറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡ്യൂറിങ് റീഡിങ്ങിൽ എന്ത് ചെയ്യാം, കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസ്. അതുപോലെ തന്നെ പോസ്റ്റ് റീഡിങ്ങിൽ എന്താണ് വരുന്നത്, സ്റ്റുഡൻസ് എക്സ്പ്രസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. സോ ഈ ഒരു രീതിയിൽ ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ലേണിങ്ങിന് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, explain the significance of learners factors such as learning style and motivation in effective classroom practice എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. സോ എഫക്റ്റീവ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഡിപ്പെൻഡ്സ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറെൻറ്റ് ലേണർ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ലേണിംഗ്. സോ എല്ലാ സ്റ്റുഡൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യുണീക്ക് ലേണിംഗ് സ്റ്റൈൽ ഉണ്ടായിരിക്കും അല്ലേ. ചില ലേണേഴ്സ് എന്താണ് കുറച്ചുകൂടെ വിഷ്വൽ മെറ്റീരിയൽസിലൂടെ ആയിരിക്കും അവർക്ക് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പിക്ചേഴ്സ് അതുപോലെ ചാർട്ടിലൂടെ ആയിരിക്കും. മറ്റ് ലേണേഴ്സിനാണെങ്കിൽ ഓഡിറ്ററി മെത്തേഡ്സിലൂടെ ആയിരിക്കും, ആൻഡ് ലിസണിങ് റെക്കോർഡിങ്ങിലൂടെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. ചിലർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, കൈനസ്തെറ്റിക്കിലൂടെയാണ്, അതായത് മൂവ്മെൻറ്റ് ആൻഡ് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. വൈൽ അതേഴ്സ് ലേണിംഗ് ബെസ്റ്റ് ത്രൂ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. മറ്റുള്ളവർ റീഡിങ്ങിലും റൈറ്റിങ്ങിലൂടെയും മനസ്സിലാക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചർ ഷുഡ് യൂസ് വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ത് യൂസ് ചെയ്യണം, വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുക. ദെൻ
ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഓൾ ലേണേഴ്സ് ആൻഡ് മേക്ക് ലെസൺസ് മോർ എഫക്റ്റീവ്. അല്ലേ, എല്ലാ ലേണേഴ്സിൻ്റെയും നീഡ്സുകൾ മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്ത് ചെയ്യുക, മെറ്റീരിയൽസുകളും മെത്തേഡ്സുകളും ടീച്ചർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണർ ഫാക്ടർ ഇസ് മോട്ടിവേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അത് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യിക്കാനും അവരുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യിക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കംസ് ഫ്രം പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് എൻജോയ്മെൻറ്റ്. സോ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, അത് പേഴ്സണൽ ഇൻട്രസ്റ്റിൽ നിന്നും എൻജോയ്മെൻറ്റിൽ നിന്നുമാണ് വരുന്നത്. ദെൻ വൈൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻസ് ഉണ്ട്, അത് ഉണ്ടാകുന്നത് എക്സ്റ്റേണൽ റിവാർഡ്സുകൾ കൊടുക്കുമ്പോഴും, അതായത് ഗ്രേഡ്സ്, പ്രൈസസ് ഓർ പ്രൈസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. സോ ടീച്ചേഴ്സ് ഷുഡ് ഓൾസോ ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് സെൽഫ് എഫിഷ്യൻസി. സോ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, സ്റ്റുഡൻസിൻ്റെ സെൽഫ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കാം. ആൻഡ് വിച്ച് ഇസ് ദ കോൺഫിഡൻസ് ഇൻ ദെയർ ഓൺ എബിലിറ്റി ടു സക്സസ്. സോ അതായത് അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് സക്സസ് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഹൈ സെൽഫ് എഫിഷ്യൻസി ആർ മോർ വില്ലിംഗ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഓവർകം ഡിഫിക്കൽട്ടീസ്. ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഏത് ഡിഫിക്കൽട്ടീസിനെയും ഓവർകം ചെയ്യാനും അതുപോലെ തന്നെ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻഡ് by connecting new lessons with students' previous knowledge, encouraging participation and providing extra support for learners with disabilities or learning difficulties. So പുതിയ ലെസൺസുകൾ സ്റ്റുഡൻസിന് കൊടുക്കുക, അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള നോളജിനെ അവർക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ ലെസൺസുകൾ കൊടുക്കുക, പാർട്ടിസിപ്പേഷൻസ് എൻകറേജ് ചെയ്യുക, എക്സ്ട്രാ സപ്പോർട്ട്സുകൾ ഡിസേബിൾ ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള ആളുകൾക്ക് എക്സ്ട്രാ എന്ത് ചെയ്യാം, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ടീച്ചേഴ്സ് ക്യാൻ ക്രിയേറ്റ് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം വേർ എവറി സ്റ്റുഡൻറ്റ് ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. സോ ടീച്ചേഴ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യുക, എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി അവരെല്ലാം സക്സസ്ഫുൾ ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ് റൂം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സോ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. The next question is, analyze the role of ICT and authentic materials in modern English language teaching എന്നുള്ളതാണ് നെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദാറ്റ് ഈസ് ICT, ആൻഡ് authentic materials play an important role in modern English language teaching. സോ ICTയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, വിർച്വൽ ക്ലാസ് റൂംസ് ആൻഡ് എഡ്യൂക്കേഷണൽ ആപ്സ്, ദെൻ മൾട്ടിമീഡിയ റിസോഴ്സസ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷനെയും നമ്മുടെ ലേണിങ്ങിനെയും കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവും ഫ്ലെക്സിബിളും ആക്കുന്നുണ്ട്. സോ ഒതൻറ്റിക് മെറ്റീരിയൽസ് ആർ റിയൽ ലൈഫ് സോഴ്സസ്. സോ ഒതൻറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് സോഴ്സസ് ആണ്, അതായത് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിന്, പോഡ്കാസ്റ്റ്, വീഡിയോസ്, ദെൻ അഡ്വർടൈസ്മെൻറ്റ്, വെബ്സൈറ്റ്സ് ഓർ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ലേണേഴ്സിനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ്, അല്ലേ, ലേണേഴ്സ് ടു expose natural English as it is used in everyday communication. everyday communication നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസോഴ്സസുകളെല്ലാം എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സുകളും റിയൽ ലൈഫ് സിറ്റുവേഷൻസുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then the use of ICT and authentic materials increase students motivation. So ഈ ഒരു ICT യൂസ് ചെയ്യുന്നതും ഒതൻറ്റിക് മെറ്റീരിയൽസുകൾ യൂസ് ചെയ്യുന്നതും സ്റ്റുഡൻസിൻ്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, കോൺഫിഡൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ദെൻ സ്റ്റുഡൻറ്റ് ക്യാൻ ആക്സസ് ലേണിംഗ് മെറ്റീരിയൽസ് എനി ടൈം ആൻഡ് എനി വോർ. സോ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, മെറ്റീരിയൽസ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് ആക്സസിബിൾ ആവും എന്നുള്ളതാണ് കേട്ടോ. സോ മേക്കിംഗ് എഡ്യൂക്കേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻക്ലൂസീവ്. സോ ഹൗ എവർ ഒതൻറ്റിക് മെറ്റീരിയൽസ്
may be difficult for beginners because they often contain unfamiliar vocabulary. So authentic materials ഒരു പക്ഷേ എന്തായിരിക്കാം ബിഗിനേഴ്സിന് ഡിഫിക്കൽട്ട് ആവും. കാരണം അതിൽ എന്താണ് അൺഫെമിലിയർ ആയിട്ടുള്ള വൊക്കാബുലറി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത വൊക്കാബുലറീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ഏതെങ്കിലും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സ്കഫ് ഹോൾഡിങ്, അവർക്കൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം ബൈ പ്രീ ടീച്ചിങ്ങിലൂടെ. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറി എന്ത് ചെയ്യണം? അവർക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം, ഗൈഡഡ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് സെലക്ടിങ് മെറ്റീരിയൽസ് ദാറ്റ് മാച്ച് ദ ലേണേഴ്സ് ലെവൽസ്. സോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലേണേഴ്സിൻ്റെ ആ ഒരു ലാംഗ്വേജ് ലെവലിനനുസരിച്ച് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. വെൻ യൂസ്ഡ് effectively, ICT and authentic materials help learners become confident, independent and successful communicators in English. So ഇപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒതൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസുകളിലൂടെയും ICTയിലൂടെയും നമ്മുടെ ലേണേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ലേൺ ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫങ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അസസ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അസസ്മെൻറ്റ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് അല്ലേ. സോ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് മെഷർ സ്റ്റുഡൻസ് ലാംഗ്വേജ് എബിലിറ്റീസ്. സോ നമ്മളൊരു അസസ്മെൻറ്റിലോട്ട് പോകുമ്പോഴാണ് ഒരു ടീച്ചർക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലാംഗ്വേജ് എബിലിറ്റി മനസ്സിലാവുന്നതും അവരുടെ ലേണിംഗ് പ്രോഗ്രസ് നമ്മൾ മോണിറ്റർ ചെയ്യാനും സാധിക്കും എന്നുള്ളതും. സോ ഇറ്റ് ഷോസ് വാട്ട് സ്റ്റുഡൻസ് ഓൾറെഡി നോ അല്ലേ. ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത്? കുട്ടികൾക്ക് ഓൾറെഡി എന്തറിയാം ആൻഡ് എന്തവർ ലേൺ ചെയ്തിട്ടുണ്ട് ആൻഡ് ദ ഏരിയാസ് വേർ ദേ നീഡ് അഡീഷണൽ സപ്പോർട്ട് അല്ലേ. സോ അവർക്ക് ഏതൊക്കെ ഏരിയാസിൽ അല്ലെങ്കിൽ ഫീൽഡിലാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്? അഡീഷണൽ സപ്പോർട്ട് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. സോ അസസ്മെൻറ്റ് ഓൾസോ പ്രൊവൈഡ് വാല്യുവബിൾ ഫീഡ്ബാക്ക്. അസസ്മെൻറ്റ് എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ടീച്ചേഴ്സിനും ലേണേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്പിംഗ് ടീച്ചേഴ്സ് ഇംപ്രൂവ് ദെയർ ടീച്ചിങ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യാൻ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്രൂവ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്റ്റുഡൻസിന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So there are 5 main types of assessment. 5 main types of assessment ആണ് ഉള്ളത്. സോ അതിൽ ഫസ്റ്റ് ആണ് പറയുന്നത് ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് ആണ് ആദ്യമായിട്ട് വരുന്നത്. ഇസ് കണ്ടക്റ്റഡ് ബിഫോർ ടീച്ചിങ്. സോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ടീച്ചിങ്ങിന് മുമ്പാണ്, അതായത് ടീച്ചിങ് ബിഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് എക്സിസ്റ്റിംഗ് നോളജ്. അപ്പോൾ ഇതിലൂടെയാണ് സ്റ്റുഡൻസിൻ്റെ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് നോളജിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. അവർക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു അസസ്മെൻറ്റിലൂടെയാണ്. ദെൻ നെക്സ്റ്റ് എന്താണ് വരുന്നത്? ആൻഡ് ലേണിംഗ് നീഡ്സ്. അവർക്ക് എന്തൊക്കെ ലേണിംഗ് നീഡ്സുകൾ ആവശ്യമുണ്ട് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെസൺസുകൾ പ്ലാൻ ചെയ്യാനും ഇതിലൂടെ സാധിക്കും. നെക്സ്റ്റ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. ആൻഡ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിലാണ് ഇത് നടക്കുന്നത്. ആൻഡ് കണ്ടിന്യൂസ്ലി മോണിറ്റർ സ്റ്റുഡൻസ് പ്രോഗ്രസ്. സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യാം. ആൻഡ് അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസുകൾ കൊടുക്കാം, ക്വിസസ്, അസൈൻമെൻറ്റ്സുകൾ, ക്ലാസ് റൂം ഡിസ്കഷൻസുകൾ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഒബ്സർവേഷൻസ് ആൻഡ് സമാറ്റീവ് അസസ്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് വാസ് കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എ കോഴ്സ്. ഒരു കോഴ്സിൻ്റെ എൻഡിലാണിത് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. ഓർ എ യൂണിറ്റ് ടു ഇവാലുവേറ്റ് വെദർ ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഹാവ് ബീൻ അച്ചീവഡ്. സോ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് നടത്തുന്നത്. ദെൻ പ്ലേസ്മെൻറ്റ് അസസ്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഹെൽപ്സ് ഡിറ്റർമിൻ
the appropriate level or class for students based on their language ability. So actually ഇവിടെ ഒരു സ്റ്റുഡൻ്റ് എബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ലെവൽ അല്ലെങ്കിൽ ക്ലാസ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൊഫിഷ്യൻസി അസസ്മെൻ്റ് ആണ് ലാസ്റ്റ് വരുന്നത്. Okay, that is measures a learner's overall language. അപ്പോൾ പ്രൊഫിഷ്യൻസി അസസ്മെൻറ്റിലാണ് ഒരു ലേണറിൻ്റെ ഓവറോൾ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ കോഴ്സോ സിലബസോ അവിടെ എന്തില്ല കൺസിഡർ ചെയ്യുന്നില്ല. ദേ ഹാവ് സ്റ്റഡീഡ്. സോ ടുഗെദർ ദീസ് അസസ്മെൻറ്റ്സ് ഹെൽപ്സ് ഇംപ്രൂവ് ബോത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. സോ ഇത് രണ്ടും ടീച്ചിങ്ങും ലേണിങ്ങും ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് വാഷ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ എന്താണ് വാഷ് ബാക്സ് എന്ന് പറയുന്നത്? വാഷ് ബാക്ക് റെഫേഴ്സ് ടു ദ ഇൻഫ്ലുവൻസ് ദാറ്റ് ടെസ്റ്റ് ഹാസ് ഓൺ ദ വേ ടീച്ച് ആൻഡ് സ്റ്റുഡൻസ് ലേൺ. സോ ഇപ്പോൾ എന്താണ് വാഷ് ബാക്ക്? ദാറ്റ് ഈസ് the influence that a test has on the way teachers teach and students learn. So the type of assessment used in a course often affects classroom activities. So ഒരു ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു കോഴ്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് സ്ട്രാറ്റജീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പോസിറ്റീവായിട്ടുള്ള വാഷ് ബാക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരു ടീച്ചറിലും ഒരു സ്റ്റുഡൻറ്റിലും ഒരു ടെസ്റ്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വാഷ് ബാക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പോസിറ്റീവ് വാഷ് ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ടീച്ചേഴ്സിലും ആൻഡ് സ്റ്റുഡൻസിലും അല്ലെങ്കിൽ ലേണേഴ്സിലും. ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് പ്രാക്ടീസും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ for example, if an examination gives importance to reading comprehension, so ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. if an examination gives importance to reading comprehension, റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടീച്ചേഴ്സ് ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ ടൈം ഡെവലപ്പിംഗ് സ്റ്റുഡൻസ് റീഡിംഗ് സ്കിൽസ് ത്രൂ റെഗുലർ റീഡിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രാക്ടീസ് എക്സസൈസ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റുഡൻസിൻ്റെ റീഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, അതായത് റീഡിംഗ് ആക്ടിവിറ്റീസിലൂടെ പ്രാക്ടീസ് ചെയ്യാം. And similarly, if speaking is included in the assessment, both teacher and students will give greater attention to communication skills. ഇപ്പോൾ സ്പീക്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ സ്റ്റുഡൻസും ടീച്ചറും എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാം. പോസിറ്റീവ് വാഷ് ബാക്ക് ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ മോർ എഫക്റ്റീവ്ലി ആൻഡ് എൻകറേജസ് മീനിങ് ഫുൾ ക്ലാസ് റൂം. സോ പോസിറ്റീവായിട്ടുള്ള ഒരു വാഷ് ബാക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻസിന് കുറച്ചും കൂടെ എഫക്റ്റീവ്ലി റീഡ് ചെയ്യാനും അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി എൻകറേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓൺ ദ അതർ ഹാൻഡ് ഒരു നെഗറ്റീവ് വാഷ് ബാക്ക് ആണ് എങ്കിൽ എന്തായിരിക്കും? Designer test may create negative washback by encouraging memorization and exam-oriented learning instead of real language development. So therefore, understanding washback creates teachers design assessment. So നമ്മളൊരു വാഷ് ബാക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ടീച്ചേഴ്സിന് അസസ്മെൻറ്റുകൾ ഡിസൈൻ ചെയ്യാനും അതായത് അവരുടെ ബെറ്റർ ടീച്ചിങ്ങിനും ലേണേഴ്സിന് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ട് ലേൺ ചെയ്യാനുള്ള അസസ്മെൻറ്റ് തീരുമാനിക്കാൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് EFL ആൻഡ് ESL ഇൻ ലാംഗ്വേജ് ലേണിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ESL എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളതാണ്. സോ ദാറ്റ് റെഫേഴ്സ് ടു ലേണിംഗ് ഇംഗ്ലീഷ് ഇൻ കൺട്രീസ് വേർ ഇംഗ്ലീഷ് ഈസ് ആൻ ഒഫീഷ്യൽ ഓർ വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ്. സോ എന്താണ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജും ആയിട്ടുള്ള
ഇംഗ്ലീഷ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള കൺട്രീസിൽ നമ്മൾ എന്ത് ചെയ്യുക, ലേൺ ചെയ്യാം. സോ ദാറ്റ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. സോ റെഫേഴ്സ് ടു ലേണിംഗ് ഇംഗ്ലീഷ് ഇൻ എ കൺട്രി where English is an official or widely used language, such as India and Sri Lanka. So learners use English in everyday life for education. അവിടെ ലേണേഴ്സ് എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വർക്ക് അതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെർഫോർ ദ മെയിൻ ഗോൾ ഓഫ് ESL ഈസ് ടു ഹെൽപ്പ് ലേണേഴ്സ് യൂസ് ഇംഗ്ലീഷ് കോൺഫിഡൻറ്റ്ലി. PSLൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് കോൺഫിഡൻറ്റ്ലി ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് EFL ആണ് വരുന്നത്. So EFL English as a foreign language എന്നുള്ളതാണ്. So refers to learning English in countries where English is not commonly spoken, such as China and Egypt. So അതായത് നമ്മൾ ഇംഗ്ലീഷ് ലേൺ ചെയ്യുക എവിടെയാ, ഇൻ കൺട്രീസ് വേർ ഇംഗ്ലീഷ് ഇസ് നോട്ട് കോമൺലി സ്പോക്കൺ, ഇംഗ്ലീഷ് കോമൺ ആയിട്ട് സംസാരിക്കാത്ത രാജ്യങ്ങൾ, അതായത് ചൈന ആൻഡ് ഈജിപ്ത്. ഇവരൊക്കെ എന്താണ്, അവരുടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയാസോ ഫോൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അവിടെ എന്താണ്, കൂടുതലായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. പക്ഷേ അവർ ഈ ഒരു ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ചൈനീസ് ലാംഗ്വേജ് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ് യൂഷ്വലി യൂസ് ദെയർ മദർ ടങ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ആൻഡ് ഹാവ് ഫീവർ ഓപ്പർച്യൂണിറ്റി ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്. അതായത് സ്റ്റുഡൻസ് അവരുടെ മദർ ടങ് ആണ് ക്ലാസ് റൂമിന് പുറത്തും എന്ത് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്യുന്നത്. സോ അവരുടെ ഡെയിലി ലൈഫിൽ അവർക്കത് യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. സോ ബോത്ത് ESL ആൻഡ് EFL ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ദ ഫോർ ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ ഈ EFLും അതുപോലെ തന്നെ ESLും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, 4 ലാംഗ്വേജ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വാട്ട് ഇസ് നോട്ട് ടേക്കിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ടേക്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വൈൽ ലിസണിങ് ടു എ ലെസൺ ഓർ റീഡിങ് എ ടെക്സ്റ്റ്. സോ എന്താണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്? നോട്ട് ടേക്കിംഗ് എന്നൊരു പ്രോസസ് ആണ് അല്ലേ, ഒരു പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആണ് അല്ലേ. അതായത് നമ്മൾ ഒരു ലെസൺ ടീച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും പോയിന്റ്സുകൾ നമ്മൾ ലിസൺ ചെയ്യുകയും അതിനെ എഴുതുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് സ്റ്റുഡൻസിന് ഇൻഫോർമേഷൻസ് ഓർഗനൈസ് ചെയ്യാനും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും കീ ഐഡിയാസുകൾ റിമെമ്പർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം വരുമ്പോൾ പിന്നീട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ സാധിക്കും. ഒരു നല്ല നോട്ട് ടേക്കിംഗ് എന്ത് ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് വൈൽ ഡ്യൂറിങ് എ ലെസൺ ആൻഡ് മേക്കിംഗ് ലേണിംഗ് ഈസിയർ. സോ ഇൻസ്റ്റെഡ് ഓഫ് കോപ്പിങ് എവറിത്തിങ്, എല്ലാം കോപ്പി ചെയ്യുന്നതിന് പകരമായിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, അവർ പറയുന്ന കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തുകൊണ്ട് മെയിൻ ഐഡിയാസ് മാത്രം, കീ പോയിന്റ്സുകൾ മാത്രം എഴുതുക, ഹെഡിങ്സ് എഴുതുക, ഡയഗ്രാംസ് അതുപോലെ ഷോർട്ട് സെൻറ്റൻസുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. സോ ടീച്ചേഴ്സ് ക്യാൻ എൻകറേജ് നോട്ട് ടേക്കിംഗ് ഡ്യൂറിങ് ലെക്ചേഴ്സ് അല്ലേ. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ലെക്ചർ എടുക്കുന്ന സമയത്ത് നോട്ട് ടേക്കിംഗ് എന്ത് ചെയ്യണം, അവർ എൻകറേജ് ചെയ്യണം. ആൻഡ് ലിസണിങ് ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യണം. ആൻഡ് ക്ലാസ് റൂം ഡിസ്കഷൻസ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം. ടുഡേ സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ യൂസ് ഡിജിറ്റൽ ടൂൾസ്. ഇന്ന് സ്റ്റുഡൻസിന് എന്ത് യൂസ് ചെയ്യാം, ഡിജിറ്റൽ ടൂൾസുകൾ യൂസ് ചെയ്യാം. ആൻഡ് നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻസ് ടു ഓർഗനൈസ്, സ്റ്റോർ ആൻഡ് റിവ്യൂ ദെയർ നോട്ട്സ് മോർ എഫക്റ്റീവ്ലി. സോ ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, എഫക്റ്റീവ് ആക്കാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദ ടിപ്സ് ഫോർ എഫക്റ്റീവ് റൈറ്റിംഗ് സ്കിൽസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്കിൽസിന് എന്തൊക്കെയാണ് റിക്വയർ ആയിട്ടുള്ളത്? ഒന്ന്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ ഐഡിയാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ സ്റ്റുഡൻറ്റ് ഷുഡ് ഫോളോ ദ 5 സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ്. സോ സ്റ്റുഡൻസ് എന്ത് ഫോളോ ചെയ്യണം, 4 സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. ഇതെന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ദെൻ ഈ ഒരു സ്റ്റേജസിലൂടെയാണ് നമുക്ക് നമ്മുടെ ഐഡിയാസിനെ ഇംപ്രൂവ് ചെയ്യാനും അത് ക്വാളിറ്റിയോട് കൂടി പുറത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. ആൻഡ് റീഡിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് സച്ച് ആസ് essays, letters, emails and reports helps learners understand various
റൈറ്റിംഗ് സ്റ്റൈൽസ്. സോ അപ്പോൾ അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിങ്സ്, അതായത് എസ്സേസ് ഉണ്ടാവും, ലെറ്റേഴ്സ് ഉണ്ടാവും, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, ഇതെല്ലാം ലേണേഴ്സിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈൽസുകൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റൈറ്റേഴ്സ് ഷുഡ് യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, അല്ലേ? റൈറ്റേഴ്സ് എന്ത് യൂസ് ചെയ്യണം? വളരെ സിമ്പിളായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് അവർ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് കണക്ട് ഐഡിയാസ് വിത്ത് സ്യൂട്ടബിൾ ലിങ്കിങ് വേർഡ്സ്, അല്ലേ? അവരുടെ ഐഡിയാസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാം. ആൻഡ് സപ്പോർട്ട് ദെയർ ഐഡിയാസ് വിത്ത് റെലവൻറ്റ് ഇൻഫോർമേഷൻസ്, റെലവൻറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവരുടെ ഐഡിയാസുമായിട്ട് കണക്ട് ചെയ്യാം. ഫൈനലി കെയർഫുൾ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് ഹെൽപ്പ് റിമൂവ് ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ മിസ്റ്റേക്സ്, മേക്കിംഗ് ദ റൈറ്റിംഗ് അക്യുറേറ്റ് ആൻഡ് എഫക്റ്റീവ്. സോ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങിലൂടെയും പ്രൂഫ് റീഡിങ്ങിലൂടെയും നമ്മുടെ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യാനും സ്പെല്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ പങ്ക്ച്വേഷനും മിസ്റ്റേക്സുകളും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. സോ നെക്സ്റ്റ് ഇലാബറേറ്റ് ഓൺ സെൽഫ് എഫിഷ്യൻസി എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെൽഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ലേണേഴ്സ് ബിലീവ് ഇൻ ദെയർ എബിലിറ്റി ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എ ടാസ്ക്, അല്ലേ? അതായത് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഗോള് തന്നാൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് തന്നാൽ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ലേണേഴ്സിൻ്റെ ബിലീഫാണ്, അല്ലേ? അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിയാണ് സെൽഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ വളരെയധികം സെൽഫ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസുകൾ അവർ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഏത് ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യാൻ അവരെന്തായിരിക്കും? അവരിങ്ങനെ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ അതിനവർ തയ്യാറാവും എന്നുള്ളതാണ്. ഈ ഒരു കോൺഫിഡൻസ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻ, എഫേർട്ട്, പെർസിസ്റ്റൻസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ലേണിങ്ങിൽ ഇതെല്ലാം എന്താണ്? വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ടീച്ചേഴ്സിന് സ്റ്റുഡൻസിൻ്റെ സെൽഫ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ബൈ സെറ്റിംഗ് അച്ചീവബിൾ ഗോൾ. അവർക്കൊരു ഗോൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യാം. അവരുടെ പ്രോഗ്രസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡിലൂടെ എന്താണ്? നമുക്ക് പുതിയ ലെസൺസുകൾ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അവരുടെ പ്രീവിയസ് നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അവർ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? അവർക്ക് എന്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കും. അവർക്ക് റിസ്കുകൾ എടുക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടായിരിക്കും. അവരുടെ ലാംഗ്വേജ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യും. Then moving on to the last question, that is, what are the advantages of using e-resources? So e-resources യൂസ് ചെയ്യുന്നതിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. e-resources എന്ന് പറയുന്നത് ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. അതായത് വീഡിയോസ്, പോഡ്കാസ്റ്റ്, ഇ ബുക്സ്, ഓൺലൈൻ ആർട്ടിക്കിൾസ്, ദെൻ എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്സുകൾ, അതുപോലെ തന്നെ ലാംഗ്വേജ് ലേണിംഗ് ആപ്സുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ റിസോഴ്സസുകൾ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് ലേണിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആക്കാനും സ്റ്റുഡൻസിന് കുറച്ചും കൂടെ മെറ്റീരിയൽസുകൾ അവൈലബിൾ ആക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിസോഴ്സസുകളിലൂടെ സാധിക്കുന്നുണ്ട്. സോ ഈ റിസോഴ്സ് പ്രൊവൈഡ് ഒതൻറ്റിക് ലാംഗ്വേജ് എക്സാമ്പിൾസ്, അല്ലേ? അതായത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വിസസുകൾ, ഗെയിംസുകൾ, മൾട്ടിമീഡിയ ആക്ടിവിറ്റീസുകളെല്ലാം നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ എൻഗേജ് ചെയ്യിക്കാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ അലോ ലേണേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് നേറ്റീവ് സ്പീക്കേഴ്സ്. സോ ലേണേഴ്സിന് നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ റിസീവ് ചെയ്യാം. ആൻഡ് ഇൻ അഡീഷൻ ഓൺലൈൻ ലൈബ്രറീസ് ആൻഡ് അക്കാദമിക് ഡാറ്റാ ബേസസ് പ്രൊവൈഡ് ഈസിലി ആക്സസ് ടു യൂസ്ഫുൾ ലേണിംഗ് മെറ്റീരിയൽസ്. സോ നമുക്ക് ഓൺലൈൻ ലൈബ്രറീസുകളുണ്ട്, അതുപോലെ തന്നെ അക്കാദമിക് ഡാറ്റാ ബേസസുകളുണ്ട്. സോ അതിലൂടെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ലേണിംഗ് മെറ്റീരിയൽസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ലേണേഴ്സിന് ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാംഗ്വേജ് ലേൺ ചെയ്യാൻ സാധിക്കും വൈൽ മേക്കിംഗ് ലേണിംഗ് എൻജോയബിൾ ആൻഡ് കൺവീനിയൻറ്റ്. സോ അതോടൊപ്പം നമ്മുടെ ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? എൻജോയബിൾ ആക്കി നമുക്ക് ലേൺ ചെയ്യാൻ, വളരെ എഫക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ ഈ റിസോഴ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇത്രയും
കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് എല്ലാ യൂണിറ്റിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു പേപ്പറാണ്. സോ 7ഓളം യൂണിറ്റുകളാണ് നമുക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.